നമസ്കാരം. ക്ഷേത്രങ്ങളിൽ പാലിക്കേണ്ട ആചാരം അല്ലെങ്കിൽ എങ്ങനെയാണ് നാം ക്ഷേത്രങ്ങളിൽ പോകേണ്ടത്, തൊഴേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു വരുന്നു. അതിൽ ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ ആചാരം എന്നുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ SOP ആണെന്ന് ധരിക്കുക. കാരണം ആ SOP എല്ലാ ഓഫീസിലുമുണ്ട്, എല്ലാ കോർപ്പറേറ്റ്സിലുമുണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും അത് ലഭ്യമാണ്. ഗവൺമെൻറ് ഓഫീസിൽ തന്നെയുണ്ട്. ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. നമ്മൾ ഓഫീസിൽ വരുമ്പോൾ ഇന്ന വസ്ത്രം ധരിച്ചു കൊണ്ട് വരിക എന്നുള്ളതുണ്ട്. അത് നാം പാലിക്കുകയാണ്. അതിനകത്ത് നാം അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. അത് ധരിക്കാതെ പോയാൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളൊരു ഭയമുണ്ട്. ഇല്ലെങ്കിൽ അത് ചെയ്യണമെന്നുള്ള ഒരു ബോധം ഇല്ലെങ്കിൽ ചിന്തയുണ്ട് അതിൻ്റെ പുറകെ. പക്ഷേ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ തോന്നിയതുപോലെ നാം വസ്ത്രധാരണമാണ്. ആദ്യത്തെ ഒരു വിഷയം, ദയവ് ചെയ്ത് ക്ഷേത്രത്തിൽ പോകുമ്പോൾ 5, 6, 8, 10 ദിവസം ധരിച്ച ഒരു വസ്ത്രം അതുടുത്തുകൊണ്ട് ദയവ് ചെയ്ത് ക്ഷേത്രങ്ങളിൽ പോകരുത്. ആദ്യം നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ഓർക്കാതെ ആയിരിക്കും പലരും ചെയ്യുക. കാരണം ഇത് ഓർക്കുന്നില്ല, അതൊരു ശീലമായി കഴിഞ്ഞു. രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് പോലെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഒരു വിവാഹത്തിന് പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്ത്രധാരണത്തിലായിരിക്കും പോവുക. ഒരു പാർട്ടിക്ക് പോവുകയാണ്, അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണത്തിലാണ് പോവുക. ഓഫീസിലേക്ക് പോവുകയാണ്, അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണം. അവിടെയെല്ലാം ബോധമുള്ള മനുഷ്യൻ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നാം ഈശ്വരനെ പ്രാർത്ഥിക്കുവാനായിട്ട്, ഈശ്വരനിലേക്ക് മനസ്സ് ചലിക്കുവാനായിട്ട്, നല്ല ബോധം, സത്കർമ്മം ചെയ്യുവാനുള്ള ഒരു ചിന്ത വർദ്ധിക്കുവാനായിട്ട്, മനസമാധാനത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ പറഞ്ഞിട്ടുള്ള ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. 5 ദിവസം പഴകിയ വസ്ത്രം എടുത്തുകൊണ്ട് അങ്ങ് പോവും. ഒരു പഴയ ജീൻസോ ഇല്ലെങ്കിൽ പഴയ 5 പ്രാവശ്യം ഉടുത്ത ഒരു സാരിയോ എന്തെങ്കിലുമൊക്കെ ഉടുത്തുകൊണ്ട് പോവുകയാണ്. ദയവ് ചെയ്ത് ശുദ്ധിയുള്ള വസ്ത്രം, അലക്കിയ വസ്ത്രം, അലക്കുക എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് വാഷ് ചെയ്ത ഒരു വസ്ത്രമാണ്. ശുദ്ധിയുള്ള വസ്ത്രം എന്ത് തന്നെയായാലും ധരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ തല വിരിച്ചിട്ട് കൊണ്ട് പോകുന്ന രീതി ക്ഷേത്രങ്ങളിൽ ഒട്ടും പാടില്ല. അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഭയമാണ്. നാളെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ഒരു വാക്കും അതിൻ്റെ നമ്മുടെ പുറകെ അടിച്ചേൽപ്പിച്ച് ആരും അതിനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുന്നില്ല. കാരണം സമൂഹ മനസ്സിലത് ഒരു കാഷ്വൽ ആറ്റിറ്റ്യൂഡായി മാറി. പക്ഷേ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴെങ്കിലും ഏവരും ചിന്തിക്കുക. കാരണം നമ്മുടെ തലമുടി എന്തായാലും മുടി താഴെ വീഴും. അത് കാറ്റത്ത് പല സ്ഥലത്തും പറന്നുപോയി പൂജാദ്രവ്യങ്ങളിൽ പറ്റിപ്പിടിക്കുവാൻ സാധ്യതയുണ്ട്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വസ്തുതയാണ്. തലമുടി കെട്ടിവെച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ പോകണം. ഇവിടെ ഒരുപക്ഷെ മേൽശാന്തിമാർ പറയുന്നില്ല, ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലെ കമ്മിറ്റിക്കാർ പറയുന്നില്ല. കാരണം വരുമാനം നിൽക്കും. കാരണം നിങ്ങൾ ഹുണ്ടിയിലിടുന്ന കുറച്ച് രൂപ നിന്ന് പോകും, വരത്തില്ല ആൾക്കാർ എന്നുള്ള ഭയമാണ്. നമ്മളെല്ലാ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ദയവ് ചെയ്ത് ഒന്ന് ചിന്തിക്കുക. ക്ഷേത്ര മര്യാദകളിൽ നാം ഇത് ഒരു വലിയൊരു സുപ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് തലമുടി കെട്ടിവെക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ തലമുടിയിൽ നിന്ന് വീഴുന്ന പേന് വീഴാം, താഴെ വീഴാം, തലമുടി താഴെ വീഴാം, ഇതെല്ലാം പറന്നു പോയി പൂക്കളിലേക്ക് പറ്റിപ്പിടിക്കുന്നു. അവിടെ വെച്ചിട്ടുള്ള കലശം അഭിഷേകം ചെയ്യുവാനുള്ള കലശത്തിലേക്ക് പറന്നു പോവുകയാണ്. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഒരാളുടെ പ്രവൃത്തിയല്ല. ഒന്ന് ചിന്തിക്കുക. ഒരു കൂട്ടം സ്ത്രീകൾ, ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇന്ന് തലമുടി അഴിച്ചിട്ട് കൊണ്ടുപോകുമ്പോഴുള്ള ഒരു എഫക്റ്റിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരാൾ മാത്രമല്ല ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഒരുപാട് പേർ കൂട്ടത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മലിനത ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മളാൽ കഴിയുന്നത് ആരുടെടുത്തും നമുക്ക് വഴക്കിന് പോകാൻ പറ്റില്ല, ആരെയും വേദനിപ്പിക്കുവാൻ പറ്റില്ല. നമ്മളെക്കൊണ്ട് ബുദ്ധി ഉണ്ടെങ്കിൽ ഇതൊരു നല്ല ചിന്തയാണെന്ന് ആർക്കെങ്കിലും ബോധം വരികയാണെങ്കിൽ ദയവ് ചെയ്ത് തലമുടി കെട്ടിവെച്ചുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കുക. അത് കണ്ട് ബാക്കിയുള്ളവരും ക്രമേണ പഠിക്കും എന്നുള്ളതിൽ മാറ്റമില്ല, തർക്കമില്ലാത്ത കാര്യമാണ്. നമസ്കാരം.